സമരം തുടങ്ങിയിട്ട് ഇന്ന് 168 ദിവസമായി ആശാസമരം. ഈ 168 ദിവസം 5 മാസവും 18 ദിവസവും ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ, വിഎസിനെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാനാണ് ഈ വഴിയരിയിൽ കാത്തു നിൽക്കുന്നത്. ഞങ്ങളവിടെ പോയി ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ നിറകണ്ണുകളോടെ വിങ്ങുന്ന ഹൃദയത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അവസാനത്തെ മുഖ്യമന്ത്രി, ജനങ്ങളെ സ്നേഹിച്ച അവസാനത്തെ മുഖ്യമന്ത്രിയും പോയി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അവസാനത്തെ മുഖ്യമന്ത്രിയും പോയി കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും ഉണ്ടാകില്ല ഈ കേരളത്തിൽ, അതുറപ്പാണ്. പാവപ്പെട്ടവരുടെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പം ഞങ്ങളെ വിട്ട്, ഈ ജനങ്ങളെ അത്രയും വിട്ടുപോയത്. ഇനി ഇതുപോലൊരു പ്രതിനിധിയെയും ഇതുപോലൊരു സഹാവിനെയും തൊഴിലാളികളുടെ നേതാവിനെയും ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ കിട്ടില്ല. നമ്മുടെ നയനാർ സാറും വിഎസ് സാറും ഒരേ ത്രാസിൽ ഒരേ തുല്യ അവകാശമുള്ള രണ്ട് വ്യക്തികൾ, പാവങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരൊറ്റ വ്യക്തി. ഞങ്ങളെ ഇത്രയോ സാറാണിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, വിഎസ് സാറാണ് ഇരുന്നതെങ്കിൽ ഞങ്ങൾ ഈ തെരുവിൽ കിടക്കില്ല. പാവങ്ങളുടെ ഒരൊറ്റ കർഷകരുടെ തൊണ്ടുതല്ലപ്പെട്ട അങ്ങേയറ്റത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ്. ഈ ഭൂമിയിൽ എല്ലാവരെയും വിട്ട് പിരിഞ്ഞു പോയത് ഞങ്ങളുടെ നയനാർ സാറും ഈ വിഎസ് സാറിനെ ഇനി ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ ജന്മത്തിൽ ഞങ്ങൾക്ക് ഇനി കാണാനോ കേൾക്കാൻ ഞങ്ങളെ പിന്താങ്ങാൻ ഞങ്ങൾക്ക് ഇനി കിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ ഇനിയുള്ള തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സഹാബനെ കിട്ടില്ല സാറേ. സത്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൊച്ചു പ്രായത്തിൽ. ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് വിഎസ് സാറും ഒന്ന് നമ്മുടെ ഇ.കെ. നയനാർ സഖാവ്. ഈ രണ്ട് സഖാവിന് എൻ്റെ ഒരു ലാൽ സലാം സഖാവേ. പാവങ്ങൾക്ക് വേണ്ടി ഇത്രയും പോരാടിയ ഒരു നേതാവ്, അഴിമതിയുടെ കറ ലേശം പോലും പുരളാതെ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വേണ്ടി ഇത്രയും ധീരമായി പോരാടിയ ഒരു നേതാവ്. ഒരുപക്ഷെ ഞാനെന്ന വ്യക്തിയെ കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങൾ പഠിപ്പിക്കുന്നതിന്, ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി മുമ്പോട്ട് പോകുന്നതിന് സഖാവ് വിഎസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും കണ്ട് അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജം ഉപയോഗിച്ചാണ് ഞങ്ങളെപ്പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ മുമ്പോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നതിനും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും, അത് എവിടെ എങ്ങനെ പറയണം, ഏതിനെ എതിർക്കണം എന്ന് ഇത്രയും ധീരമായി പറയുന്ന ഒരു നേതാവ് വിഎസിനെ പോലെ മറ്റാരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 52-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായി 5 വർഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരള സമൂഹത്തിന് മറക്കാൻ കഴിയുന്നതല്ല. ഭയങ്കര സങ്കടമുണ്ട് കാണാൻ. ഞങ്ങളുടെ നാട്ടുകാരെ പുന്നപ്രയാണ്, എൻ്റെ വീട് അമ്പലപ്പുഴയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഉള്ളു. ഇപ്പം ഞങ്ങളിവിടെ താമസിക്കുന്നു. ആ കാണാമെന്ന് പറഞ്ഞൊരു കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ല. ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര സങ്കടം. എന്താ എല്ലാവരെയും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി മരിച്ച് എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുന്ന ഒരു നല്ലൊരു നേതാവായിരുന്നു. അതെ, അത് തന്നെ പറയാനുള്ളത്. പാവപ്പെട്ടവർക്ക് വേണ്ടി മരിച്ച് യാതൊരു അഴിമതിയില്ലാത്ത ഒരു മന്ത്രിയായിരുന്നു. ആരോടും പകയും ഒന്നും ഇല്ലാത്ത ആളായിരുന്നു അദ്ദേഹം. വലിയൊരു ആദർശത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. സാധുക്കളുടെയും സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുകയും സമരങ്ങൾ നയിക്കുകയും നിയമത്തിനെതിരെയും പോരാടിയ ഒരു പോരാളിയായിരുന്നു. ജീവിതകാലം മുഴുവനും പോരാട്ടം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നല്ല ആദർശപരമായ ഒരു ജീവിതം നയിച്ച ഒരു നല്ലൊരു നേതാവാണ് അതെ. വിഎസ് പ്രതിപക്ഷത്തിലുള്ള സമയത്തും കാസർഗോഡിൽ വന്നിട്ട് എൻഡോസൾഫാൻ പീഡിതർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമരം ചെയ്യുകയും പിന്നെ മുഖ്യമന്ത്രി ആയ ശേഷം പീഡിതർക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പീഡിതരും ഇപ്പോഴും ആ സൗലഭ്യം അനുഭവിച്ചു പോകുന്നുണ്ട്. അവർ അന്ന് ചെയ്ത നല്ല കാര്യം ഇന്നും അവിടുത്തെ എൻഡോസൾഫാൻ പീഡിതർ ഫലം അനുഭവിച്ചു കൊണ്ടുണ്ട് എന്ന് പറയാം. ഞാൻ നേരത്തെ അവിടെ പോയിരുന്നു, സെക്രട്ടേറിയറ്റ് ബോഡി കാണാൻ പോയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും
വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.